അവർ വീട്ടിൽ നിന്ന് വെള്ളം അടിക്കുന്നതിന് എനിക്കൊരു വിരോധമില്ല. വെള്ളം അടിച്ചുകൊണ്ട് ഓഫീസിൽ വരാൻ പറ്റത്തില്ല, വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല, വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബ്രേക്ക് നന്നാക്കാൻ കൊടുത്തിട്ട് വെള്ളം അടിച്ച് കിടന്നു വെച്ച് ബ്രേക്ക് നന്നാക്കിയില്ലെങ്കിൽ ഇരിക്കുന്ന യാത്രക്കാർ വളരെ പ്രധാനം. ഇവർ റോഡിൽ കൂടെ പോകുന്നവർ അതിനേക്കാളും പ്രധാനം. പക്ഷേ ഈ പരിശോധന തുടങ്ങിയ ശേഷം KSRTCയിൽ ആക്സിഡൻറ്റ് കുറഞ്ഞിട്ടുണ്ട്. അവർ കാന്തല്ലൂർ പോയി 5 വണ്ടി പരിശോധിച്ചു. ഈ 5 വണ്ടിയിൽ 10 ജീവനക്കാരുണ്ടായിരുന്നു. 9 പേരും മദ്യപിച്ചിരിക്കുകയായിരുന്നു. 10ാമത്തെ ആളൊരു മാന്യനാണല്ലോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ബാഗ് വാങ്ങിച്ചു നോക്കി, അദ്ദേഹം വലിയൊരു കുപ്പിയിൽ മദ്യവും. കാരണം അവിടെ ഒരു മദ്യപാന സദസ്സ് നടക്കുന്നതായിട്ടാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. എനിക്ക് അത്ഭുതകരമായി തോന്നിയത് കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകൾ മുഴുവൻ 1009 ബസ്സുകൾ പരിശോധിച്ചു. ഒരാൾ പോലും മദ്യപിച്ചിരുന്നില്ല എന്ന് പറയും. മദ്യത്തിന് പകരം വേറെ എന്തെങ്കിലും സാധനമാണോ ഉപയോഗിക്കുന്ന അറിഞ്ഞൂടാ. ഏതായാലും നല്ലൊരു ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞാൽ അതും തെറ്റായി കാണുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതായത് കാന്തല്ലൂർ രാത്രി സ്റ്റേ ബസ് പരിശോധിക്കാൻ ആൾ വന്നെങ്കിൽ എവിടെയും ആൾ വരും. അല്ലെ മദ്യപാനം കുറഞ്ഞു വരുന്നുണ്ട്. അതൊരു ഇത്രയും നടപടി വന്നിട്ടും ചില ആളുകൾ എന്തേ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വിഷയം.